Hi friends, welcome to iPlus Training Solutions. നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് NTA UGC Net Psychologyയുടെ Unit 6 Part 5 ആണ്. Unit 6 is about thinking, intelligence and creativity. Now let's look at some previous year questions. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡേവിഡ് വെഷ്ലർ ഡിഫൈൻസ് ഇന്റലിജൻസ് ആസ്. The options are the psychological potential to solve problems, what intelligence test measures, being able to behave in a consistent way, the global capacity to act purposefully, think rationally and deal effectively with the environment. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ് ഡേവിഡ് വെഷ്ലറിന്റെ ഇന്റലിജൻസിന്റെ ഡെഫിനിഷൻ? ഇവിടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. ദ ഗ്ലോബൽ കപ്പാസിറ്റി ടു ആക്ട് പർപ്പസ്ഫുള്ളി, തിങ്ക് റാഷണലി ആൻഡ് ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ദി എൻവയൺമെന്റ്. ഇതാണ് വെഷ്ലർ ഇന്റലിജൻസിന് കൊടുത്ത ഡെഫിനിഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ബിലീഫ് ദാറ്റ് ഇന്റലിജൻസ് ഇസ് എ ജനറൽ എബിലിറ്റി ഇസ് എ റിസൾട്ട് ഓഫ് ദ വർക്ക് ഓഫ്. ദി ഓപ്ഷൻസ് ആർ ബിനെ, ഗാർഡനർ, സ്റ്റേൺബർഗ്, സ്പിയർമൻ. ഇവിടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പിയർമൻ ആണ്. സ്പിയർമൻ ആണ് ഇന്റലിജൻസ് ഒരു ജനറൽ എബിലിറ്റി ആണ് എന്നുള്ളത് പറഞ്ഞത് അല്ലെ എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്തത്. സോ നൗ ലെറ്റ്സ് ലുക്ക് ഫർദർ. ഇവിടെ നമ്മൾ ഈ സെക്ഷനിൽ കവർ ചെയ്യാൻ പോകുന്ന ഇന്റലിജൻസ് എന്താണ്, അത് സ്പിയർമൻ, തേഴ്സ്റ്റൺ, ജെൻസൺ, കാറ്റൽ ഇവരുടെ ഒക്കെ റോൾ എന്തായിരുന്നു എന്നുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഇന്റലിജൻസ് എടുക്കുകയാണെങ്കിൽ ഇന്റലിജൻസ് സൈക്കോളജിയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ടോക്ഡ് അബൌട്ട് സബ്ജക്റ്റ് ആണ്. ഇവിടെ ഇന്റലിജൻസിന് ഒരു എക്സാക്ട് ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഇല്ല. ചില റിസർച്ചർ സജസ്റ്റ് ചെയ്ത് എന്താന്ന് വെച്ചാൽ ഇന്റലിജൻസ് ഒരു സിംഗിൾ ജനറൽ എബിലിറ്റി ആണ്. ചിലർ വിശ്വസിച്ച എന്താ ഇന്റലിജൻസ് ഒരു വളരെ വലിയ റേഞ്ച് ഓഫ് ആപ്റ്റിറ്റ്യൂഡ്, സ്കിൽസ്, ടാലന്റ് ഒക്കെ ഉള്ളതാണ് ഇന്റലിജൻസ് എന്നാണ് കുറച്ച് പേര് പറഞ്ഞത്. കുറച്ച് പേര് എന്താണ് പറഞ്ഞത് ഇന്റലിജൻസ് ഒരു സിംഗിൾ ജനറൽ എബിലിറ്റി ആണ്. കുറച്ച് പേര് പറയുന്നത് വേരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആപ്റ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, സ്കിൽ ആയിക്കോട്ടെ, ടാലന്റ് ആയിക്കോട്ടെ, ഇതൊക്കെ എൻകംപാസ് ചെയ്യുന്നതാണ് ഇന്റലിജൻസ് എന്നാണ് കുറച്ച് പേര് പറഞ്ഞത്. Cognitive approaches to intelligence seeks to discover the internal processes that account for intelligent behavior. ഇവിടെ കോഗ്നിറ്റീവ് അപ്രോച്ചസ്, ഇന്റലിജൻസിനോടുള്ള കോഗ്നിറ്റീവ് അപ്രോച്ചസ് ഡിസ്കവർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഇന്റേണൽ പ്രോസസ്സസ് ആണ്. ഇവിടെ നമ്മുടെ ഇന്റലിജന്റ് ബിഹേവിയറിനെ അക്കൗണ്ട് ചെയ്യുന്ന ഇന്റേണൽ പ്രോസസ്സസ് ആണ് ഡിസ്കവർ ചെയ്യാൻ കോഗ്നിറ്റീവ് അപ്രോച്ചസ് ടു ഇന്റലിജൻസ് ട്രൈ ചെയ്യുന്നത്. ചില എവിഡൻസ് സജസ്റ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ ട്രഡീഷണൽ ടെസ്റ്റ് ഓഫ് മെന്റൽ എബിലിറ്റിയിലുള്ള നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് മൈറ്റ് ബി റിലേറ്റഡ് ടു നമ്മുടെ ന്യൂറോൺസിന്റെ അമംഗ്സ്റ്റ് ഉള്ള പ്രോസസ്സിംഗ് സ്പീഡ്. അതാണ് ഇവിടെ പറയുന്നത് ചില എവിഡൻസ്. പക്ഷെ നമ്മുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അപ്രോച്ച്, ഹവേർഡ് ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അപ്രോച്ച് ആയിക്കോട്ടെ, ഈ ട്രയാർക്കിക് തിയറി ഓഫ് റോബർട്ട് സ്റ്റേൺബർഗ് ആയിക്കോട്ടെ, ഇതൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇന്റലിജൻസ് എന്ന കോൺസെപ്റ്റ് ബ്രോഡ്ലി ഡിഫൈൻ ചെയ്യപ്പെടണം എന്നാണ്. ആൻഡ് അക്കാഡമിക് എബിലിറ്റിനെ മാത്രം നമുക്ക് റിലൈ ചെയ്ത് ഇന്റലിജൻസിനെ ഡിഫൈൻ ചെയ്യാനും പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഡെഫിനിഷൻസ് ഓഫ് ഇന്റലിജൻസ് ആണ്. വെഷ്ലർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്റലിജൻസ് ഒരു അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ ആക്ടിവിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആണ്. ടു ആക്ട് പേർപ്പസ്ഫുള്ളി, ടു തിങ്ക് റാഷണലി ആൻഡ് ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ദി എൻവയൺമെന്റ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ PYQയുടെ ആൻസർ. സോ വെഷ്ലർ എന്താണ് പറഞ്ഞത്, നമ്മുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ ആക്ടിവിറ്റി ആണ്. നമ്മുടെ ഇൻഡിവിജ്വൽ പേർപ്പസ്ഫുള്ളി ആക്ട് ചെയ്യുന്നതിന്റെ, റാഷണലി തിങ്ക് ചെയ്യുന്നതിന്റെ ആൻഡ് എൻവയൺമെന്റുമായിട്ട് എഫക്റ്റീവ്ലി ഡീൽ ചെയ്യുന്നതിന്റെ. അങ്ങനെയാണ് വെഷ്ലർ പറഞ്ഞത്. ആൽഫ്രഡ് ബിനെ എന്താണ് പറഞ്ഞത്, ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ കപ്പാസിറ്റി ആണ് ടു റീസൺ വെൽ, ടു ജഡ്ജ് വെൽ ആൻഡ് ടു ബി സെൽഫ് ക്രിട്ടിക്കൽ. അങ്ങനെയാണ് ആൽഫ്രഡ് ബിനെ പറഞ്ഞത്. ഫ്രീമൻ എന്താണ് പറഞ്ഞത്, അക്കോർഡിംഗ് ടു ഫ്രീമൻ ഇന്റലിജൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഫാക്കൽറ്റി വിത്ത് വിച്ച് ദ സബ്ജക്ട് മാറ്റർ ഓഫ് എക്സ്പീരിയൻസ് ക്യാൻ ബി ഓർഗനൈസ്ഡ് ഇൻ ടു ന്യൂ പാറ്റേൺസ്. നമ്മുടെ സബ്ജക്ട് മാറ്റർ ഓഫ് എക്സ്പീരിയൻസിനെ പുതിയ പാറ്റേൺസിലോട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്കൽറ്റിയാണ് ഇന്റലിജൻസ് എന്നാണ് ഫ്രീമൻ പറഞ്ഞത്. പിന്നെ വരുന്ന സ്റ്റോഡാർഡ് ആണ്. സ്റ്റോഡാർഡ് എന്താ പറഞ്ഞത്, ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ എബിലിറ്റി ആണ് ചില ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യാൻ. ആ ആക്ടിവിറ്റീസിനെ എങ്ങനെയാണ് ക്യാരക്ടറൈസ് ചെയ്യുന്നത്, ഡിഫിക്കൽട്ടി വെച്ച്, കോംപ്ലെക്സിറ്റി വെച്ച്, ആബ്സ്ട്രാക്ടേഴ്സ് വെച്ച്, എക്കണോമി, അഡാപ്റ്റീവ്നെസ് ടു വാട്ട്, ടു എ ഗോൾ അല്ലെങ്കിൽ സോഷ്യൽ വാല്യൂ. ഇവിടെ എമർജൻസ് ഓഫ് ഒറിജിനൽസ് ആൻഡ് ടു മെയിൻറ്റെയിൻ സച്ച് ആക്ടിവിറ്റീസും ഇവിടെ ഇന്റലിജൻസിന്റെ അടിയിൽ വരും. പിന്നെ നമ്മൾ നോക്കുന്നത് തിയറീസ് ഓഫ് ഇന്റലിജൻസ് ആണ്. ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഡിഫൈൻ ചെയ്യാനും വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇതിന്റെ ബ്രോഡ്നെസ്, ഇതിന്റെ ഒരു ബ്രോഡ് കോൺസെപ്റ്റ് തന്നെ നമുക്ക് ഡിഫിക്കൽട്ട് ആണ്.
For psychologists, it becomes difficult to determine the understanding of this concept. അതുകൊണ്ട് തന്നെ psychologists have presented their understanding of the concept of intelligence in psychology through various theories. അപ്പോൾ ഇവിടെ ഇന്റലിജൻസിനെ ഡിഫൈൻ ചെയ്യുന്നതും അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് സൈക്കോളജിസ്റ്റ് പല തിയറീസ് ഇറക്കി. എന്തിന്? സോ ദാറ്റ് വി കൻ അണ്ടർസ്റ്റാൻഡ് ദ ബേസിസ് ഓഫ് ഇന്റലിജൻസ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ഇന്റലിജൻസ്. അതാണ് ഇവിടെ പറയുന്നത്. ആദ്യം പറയുന്നത് സ്പിയർമാൻസ് 2-factor തിയറിയാണ്. ഇത് നമ്മൾ പണ്ട് തൊട്ട് കാണുന്നതാണ്. ആക്ച്വലി ചാൾസ് സ്പിയർമാൻ ആണ് ഇത് പബ്ലിഷ് ചെയ്തത് in the year 1904, which indeed proved to be a crucial step toward quantitative testing of theories. ഇത് ഒരു crucial step ആയിരുന്നു towards quantitative testing of theories as opposed to simple quantification or measurement. This was in opposition to simple quantification അല്ലെങ്കിൽ measurement. എന്ത് ടെക്നിക്സ് ആണ് പുള്ളി ഉപയോഗിച്ചത്? He used techniques of correlational analysis and factor analysis. കോറിലേഷൻ അനാലിസിസും ഫാക്ച്വൽ അനാലിസിസുമാണ് ചാൾസ് സ്പിയർമാൻ യൂസ് ചെയ്തത്. ഇത് രണ്ടും ഡെവലപ്പ് ചെയ്തത് കാൾ പിയേഴ്സൺ ആണ് in relation to the scores obtained by groups of children on various intelligence tests. വേരിയസ് ഇന്റലിജൻസ് ടെസ്റ്റിൽ സ്കോർസ് ഒബ്റ്റെയിൻ ചെയ്തതിന്റെ റിലേഷനിലാണ് കാൾ പിയേഴ്സൺ ഇത് രണ്ടും ഡെവലപ്പ് ചെയ്തത്. ഇവരുടെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ക്യാൻ ബി സീൻ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഫാക്ടർ അനാലിറ്റിക്കൽ മെത്തേഡ് ആൻഡ് ഇറ്റ്സ് എക്സ്പ്ലിസിറ്റ് യൂസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇവിടെ കാൾ പിയേഴ്സന്റെ ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമുക്ക് നോട്ടബിൾ ആണ്. എവിടെ? ഡെവലപ്മെന്റ് ഓഫ് ഫാക്ടർ അനാലിറ്റിക്കൽ മെത്തേഡിലും അതിന്റെ എക്സ്പ്ലിസിറ്റ് യൂസിലും. സ്പിയർമാൻ പ്രപ്പോസ് ചെയ്തത് ഒരു 2-factor തിയറി ഓഫ് ഇന്റലിജൻസ് ആണ്. ഇത് ഇന്റലിജൻസിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. നമ്മൾ ബേസിക്സ് ഓഫ് സൈക്കോളജിയിൽ യൂഷ്വലി കവർ ചെയ്യുന്ന ഒരു പോർഷൻ ആണ് തിയറീസ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ 2-factor തിയറിയാണ് സ്പിയർമാൻ പ്രപ്പോസ് ചെയ്തത്. അക്കോർഡിംഗ് ടു ഹിം ഇന്റലിജൻസ് 2 ഫാക്ടേഴ്സാലെ കൺസിസ്റ്റന്റ് ആണ്. ഈ 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ജനറലും സ്പെസിഫിക്കും ആണ്. ഈ തിയറി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാ ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസിനും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. അതാണ് ജി ഫാക്ടർ. ഇത് നമ്മുടെ മെന്റൽ എനർജിയാലെ ക്യാരക്ടറൈസ്ഡ് ആണ്. ഈ തിയറി അസ്യൂം ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ജി ഫാക്ടർ എന്ന് പറയുന്ന ഈ കോമൺ ഫാക്ടർ എല്ലാ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റിയിലും നമുക്ക് ഫൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആൻഡ് ദിസ് ഇസ് ദ റീസൺ ദാറ്റ് വി ഫൈൻഡ് എ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. എക്സാമ്പിൾ, എ ഗുഡ് ടെസ്റ്റ് ഓൺ മെമ്മറി, reasoning and other activities parallel a similarly high score on each of these abilities. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? എന്തൊരു ആക്ടിവിറ്റി ആയിക്കോട്ടെ അതിലെല്ലാം കോമൺ ആയിട്ടൊരു ഫാക്ടർ ഉണ്ട്. അതാണ് ഈ ജി ഫാക്ടർ അല്ലെ ജനറൽ ഫാക്ടർ എന്നിവിടെ സ്പിയർമാൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഹ്യൂമൻ ആക്ടിവിറ്റി ചെയ്താലും അതിൽ ചെറിയൊരു ക്ലോസ് റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു മെമ്മറി ടെസ്റ്റും വേറൊരു എബിലിറ്റി ടെസ്റ്റും വെച്ച് നോക്കുകയാണെങ്കിൽ there are similarities എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഈ high positive correlation between different abilities is attributed to the presence of G factor. ഈ ഒരു കോറിലേഷൻ എന്ന് പറയുന്നത് ജി ഫാക്ടർ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഈ അബൌവ് ഡിസ്കഷനിൽ നിന്ന് നമുക്ക് ഫോളോയിങ് ഫൈൻഡിങ്സ് നമുക്ക് അറൈവ് ചെയ്യാം. എന്താണ് ഈ വ്യൂ അനുസരിച്ച് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഇന്റലിജൻസിനെ, അതായത് what we call intelligence is the G factor. അത് person to person vary ചെയ്യുന്നതാണ്. And where an activity involves more of motor and physical action is routinized, the S factor assumes a greater role. ഇവിടെ G factor എന്ന് പറയുന്നത് നമ്മൾ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നതാണ് G factor. ആൻഡ് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു മോട്ടോർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ഷൻ വരുന്നിടത്താണ് S factor ഒരു ഗ്രേറ്റർ റോൾ പ്ലേ ചെയ്യുന്നത്. ഇവിടെ G factor സ്പിയർമാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമുക്കതിനെ നമ്മുടെ ജനറൽ കോർട്ടിക്കൽ ഓഫ് ന്യൂറൽ എനർജി അറ്റ് ഡിസ്പോസൽ ഓഫ് ഇൻഡിവിജ്വൽ ആയിട്ട് പറയാം. എന്താണ് ജി ഫാക്ടർ? ജനറൽ കോർട്ടിക്കൽ ഓഫ് ന്യൂറൽ എനർജി അറ്റ് ദ ഡിസ്പോസൽ ഓഫ് ദ ഇൻഡിവിജ്വൽ. അതായിട്ട് നമുക്ക് ജി ഫാക്ടറിനെ പറയാം എന്നാണ് സ്പിയർമാൻ പറഞ്ഞത്. According to Spearman, G is involved in apprehension of experience, education of relations and education of correlates. G എന്തിലൊക്കെ ഇൻവോൾവ് ആണ്? apprehension of experience, education of relation and education of correlates ഇൻവോൾവ് ആണ്. Spearman also held that G is innate and is influenced by a number of factors like age, sex, heredity. ഇവിടെ സ്പിയർമാൻ എന്താണ് പറയുന്നത്? G എന്ന് പറയുന്നത് innate ആയിട്ടുള്ളതാണ് ആൻഡ് പല ഫാക്ടേഴ്സ്, ഏജ് ആയിക്കോട്ടെ, സെക്സ് ആയിക്കോട്ടെ, ഹെറിഡിറ്റി ആയിക്കോട്ടെ, ഇതാലെ ഒക്കെ ഇൻഫ്ലുവൻസ്ഡ് ആണെന്നുമാണ് സ്പിയർമാൻ പറഞ്ഞത്.
സ്പിയർമൻ വേറൊരു കാര്യം കൂടെ സജസ്റ്റ് ചെയ്തു, ദാറ്റ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗ്രൂപ്പ് ഫാക്ടേഴ്സ് ലൈക്ക് വെർബൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി ഒക്കെ ഉണ്ടെന്ന്. വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്, വെർബൽ എബിലിറ്റി ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട് എന്നൊക്കെ സ്പിയർമൻ ഗ്രൂപ്പ് ഫാക്ടേഴ്സ് ആയിട്ട്, എക്സിസ്റ്റൻസ് ഓഫ് ഗ്രൂപ്പ് ഫാക്ടേഴ്സ് ആയിട്ട് സജസ്റ്റ് ചെയ്തു. Which enter a group of related and similar activities, though he did not emphasize them much. ഇത് അത്രത്തോളം emphasize ചെയ്തില്ല, പക്ഷെ he told about it. The credit for arriving at the first systematic and scientific formulation of a theory of intelligence goes to Spearman. സ്പിയർമനാണ് നമ്മൾ ആദ്യത്തെ ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ സയന്റിഫിക് ഫോർമുലേഷൻ ഓഫ് എ തിയറി ഓഫ് ഇന്റലിജൻസ് എന്നുള്ള ക്രെഡിറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഹിസ് തിയറി ചേഞ്ച് ദ നേച്ചർ ഓഫ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ്. നമ്മൾ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന തിയറീസിന്റെ അല്ലെങ്കിൽ അതിന്റെ നേച്ചറിന്റെ തന്നെ ഒരു ചേഞ്ച് വരുത്തിയത് സ്പിയർമന്റെ ഈ തിയറിയാണ്. ഇനി നമ്മൾ നോക്കുന്ന സിഗ്നിഫിക്കൻസ് ഓഫ് ഈ ടു ഫാക്ടർ തിയറി. സ്പിയർമന്റെ തിയറി ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ സ്റ്റിമുലേറ്റിംഗ് ആണ്. ആൻഡ് പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ടു സൈക്കോളജി ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും മെയിൻലി ആയിട്ടും നമുക്ക് കരുതാം. For two reasons. What is the first reason? First reason എന്ന് പറയുന്നത് he developed the mathematical model for studying G, and for that purpose he laid the foundation of factor analysis. He laid the foundation of factor analysis എന്തുകൊണ്ട്? കാരണം he developed the mathematical model for studying G. The logic and method of correlational analysis was afterward followed by other researchers for developing multifactorial theories of intelligence. ഈ നമ്മുടെ correlational analysisന്റെ ലോജിക് അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയുന്നത് ആഫ്റ്റർവേർഡ് കുറെ റിസർച്ചേഴ്സ് ഫോളോ ചെയ്ത് ഡെവലപ്പ് ചെയ്തു. എന്തിനാ? ഫോർ ഡെവലപ്പിംഗ് എന്ത്? മൾട്ടിഫാക്ടറൽ തിയറീസ് ഓഫ് ഇന്റലിജൻസ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് എന്ന് പറയുന്ന മേജർ ഇമ്പോർട്ടൻസ് ഓഫ് സ്പിയർമൻസ് വർക്ക് ഇസ് ദാറ്റ് ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് സ്കോളർലി ട്രഡിഷൻ ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഹ്യൂമൻ എബിലിറ്റീസ്. ഹ്യൂമൻ എബിലിറ്റീസിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഒരു സ്കോളർലി ട്രഡിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് നമ്മുടെ സ്പിയർമന്റെ വർക്കാണ്. അക്കോർഡിംഗ് ടു ന്യൂണലി, Spearman was considered much more with the understanding of human abilities than with just measuring them. ഇവിടെ മെഷറിംഗ് മാത്രമല്ല, അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ എബിലിറ്റീസും സ്പിയർമന്റെ ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആയിരുന്നു എന്നാണ് ന്യൂണലി പറയുന്നത്. Spearman had many interesting theories about G, its biological basis, the influence of culture, the interactions of G with manifestations of abilities in daily life, and the relation of G to speed, fatigue and other variables. പല ഫാക്ടേഴ്സിനെ പറ്റി സ്പിയർമന് ഇൻട്രസ്റ്റിംഗ് തിയറീസ് ഉണ്ടായിരുന്നു. എന്തിനെ പറ്റിയൊക്കെ ആയിരുന്നു? ബയോളജിക്കൽ ബേസിസിനെ പറ്റി, ജിയുടെ തിയറിനെ പറ്റി, അതിന്റെ ഇൻഫ്ലുവൻസ് ഓഫ് കൾച്ചറിനെ പറ്റി, ഇതിനെ പറ്റിയൊക്കെ സ്പിയർമന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറീസ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കുന്ന ക്രിറ്റിസിസം ഓഫ് സ്പിയർമൻസ് ടു ഫാക്ടർ തിയറിയാണ്. ഈ സ്പിയർമന്റെ ടു ഫാക്ടർ തിയറി ഇറ്റ് വാസ് ക്വൈറ്റ് ഫേമസ് അല്ലേ? പക്ഷെ ഇറ്റ് ഓൾസോ ഫേസ്ഡ് എ ഫ്യൂ ക്രിറ്റിസിസംസ്. ഏറ്റവും വലിയ സ്റ്റാൻഡേർഡ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് വാസ് ഓഫ് ദ ഫാക്ടർ അനാലിറ്റിക് അപ്രോച്ച് ഇസ് ദാറ്റ് ഇറ്റ് വാസ് പ്യോർലി സൈക്കോമെട്രിക് ആൻഡ് ഫെയിൽ ടു പ്രൊവൈഡ് എ കോഗ്നിറ്റീവ് തിയറി. പ്യോർലി സൈക്കോമെട്രിക് ആയിരുന്നെന്നും ഒരു കോഗ്നിറ്റീവ് തിയറി പ്രൊവൈഡ് ചെയ്യാൻ ഫെയിൽ ചെയ്തിരുന്നു എന്നുമായിരുന്നു ആദ്യത്തെ ഒരു സ്റ്റാൻഡേർഡ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഏറ്റവും ഷാർപ്പസ്റ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം എന്തായിരുന്നു? വാസ് ഇ.എൽ. തോണ്ടൈക്ക് ആണ് കൊടുത്തത്. പുള്ളി ബിലീവ് ചെയ്ത് എന്താന്ന് വെച്ചാൽ ഇന്റർ കോറിലേഷൻ സ്റ്റഡീഡ് ബൈ സ്പിയർമൻ വർ ടു സ്മോൾ ടു ടെസ്റ്റ് ദ ക്വസ്റ്റ്യൻ ഓഫ് എ കോമൺ ഫാക്ടർ. ഇവിടെ ഈ ഇന്റർ കോറിലേഷൻസ് പഠിച്ചതില്ലേ, സ്പിയർമൻ ഇന്റർ കോറിലേഷൻസ് പഠിച്ചു, അത് കൺസിഡർ ചെയ്തത് വളരെ ചെറുതായിരുന്നു ടു ടെസ്റ്റ് ദ ക്വസ്റ്റ്യൻ ഓഫ് എ കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടറിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉദിക്കുന്നില്ല, കാരണം ഇവിടെ ഇന്റർ കോറിലേഷൻസ് വളരെ ചെറുതായിരുന്നു എന്നാണ് ഇ.എൽ. തോണ്ടൈക്ക് വിശ്വസിച്ചിരുന്നത്. He objected very strongly to the idea of the existence of a characteristic such as general intelligence. General intelligence എന്നൊരു characteristic ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതിനെ സപ്പോർട്ട് ചെയ്താണ് ഇ.എൽ. തോണ്ടൈക്ക് പറഞ്ഞത്. ഇ.എൽ. തോണ്ടൈക്ക് പറഞ്ഞത് എന്താ? ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യം എക്സിസ്റ്റേ ചെയ്യുന്നില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഇ.എൽ. തോണ്ടൈക്ക് നമ്മൾ പറയുന്നത്. Among the other critics of Spearman, G.H. Thomson has argued that intercorrelation between tests are actually the result of common samplings of independent factor. ഈ intercorrelation തന്നെ വെച്ചാണ് G.H. Thomson ആർഗ്യൂ ചെയ്തത്. G.H. Thomson എന്താ പറഞ്ഞത്? intercorrelation between tests actually എന്തുകൊണ്ടാണ്? കാരണം it is a result of common samplings of independent factor എന്നാണ് ഇവിടെ G.H. Thomson Spearman against പറഞ്ഞത്. Thomson accordingly proposed a sampling theory. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് എന്താന്ന് വെച്ചാൽ എല്ലാ ടെസ്റ്റ് സാമ്പിൾസും ഒരു certain range of elementary abilities some with wide range ആണ്, some with narrow range ആണ് എന്നാണ് ഇവിടെ തോംസൺ പ്രപ്പോസ് ചെയ്ത സാമ്പിളിംഗ് തിയറിയിൽ പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് തേഴ്സ്റ്റൺസ് തിയറി ഓഫ് ഇന്റലിജൻസ് ആണ്. എൽ തേഴ്സ്റ്റൺ ഓഫേർഡ് എ ന്യൂ ഫാക്ടർ മോഡൽ ഇൻ ദ 1930s. 1930s ഒരു ന്യൂ ഫാക്ടർ മോഡൽ എൽ തേഴ്സ്റ്റൺ അറേഞ്ച് ചെയ്തു അല്ലെങ്കിൽ ഓഫർ ചെയ്തു.
He was one among the leading psychologists who criticized Charles Spearman's two-factor theory. Two-factor theory criticize ചെയ്ത കുറേ സൈക്കോളജിസ്റ്റിൽ നിന്ന് ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു തേഴ്സ്റ്റൺ എന്ന് പറയുന്നത്. Improved techniques of statistical analysis use ചെയ്ത് he came to vastly different conclusions from Spearman about nature of intelligence. Nature of intelligence നെ പറ്റി വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ vastly different ആയിട്ടുള്ള conclusionsലോട്ടാണ് തേഴ്സ്റ്റൺ വന്നത്. Thurston generalized Spearman's methods and formulas, translated them into matrix algebra, and carried out large-scale studies using as many as 57 tests on one group of subjects. Thurston എന്താ ചെയ്തതെന്ന് വെച്ചാൽ സ്പിയർമന്റെ മെത്തേഡിനെ ഫോർമുലേനെ ജനറലൈസ് ചെയ്ത് അതിനെ മാട്രിക്സ് അൽജിബ്രയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലാർജ് സ്കെയിൽ ആയിട്ട് സ്റ്റഡീസിനെ കണ്ടക്ട് ചെയ്തു യൂസിങ് ആസ് മെനി ആസ് 57 ടെസ്റ്റ്സ് ഓൺ വൺ ഗ്രൂപ്പ് ഓഫ് സബ്ജക്ട്സ്. വൺ ഗ്രൂപ്പ് ഓഫ് സബ്ജക്ട്സിന് ആസ് മെനി ആസ് 57 ടെസ്റ്റ്സ് ആണ് ഇവിടെ Thurston conduct ചെയ്തത്. And on the basis of these studies, he concluded that instead of Spearman's G factor, 7 primary abilities fitted the data much better. അപ്പോൾ G factorനെ കാട്ടും 7 primary abilities ആണ് ഡേറ്റനെ much better ആയിട്ട് ഫിറ്റ് ചെയ്തത് എന്നാണ് Thurston ഈ സ്റ്റഡീസിൽ നിന്ന് കൺക്ലൂഡ് ചെയ്തത്. So Thurston എന്താ ചെയ്തതെന്ന് വെച്ചാൽ he postulated a number of primary mental abilities. കുറേ primary mental abilities Thurston postulate ചെയ്തു. Numerical ability n എന്നുള്ളത് ആദ്യത്തെയായിരുന്നു. This was the ability to deal with number and manipulate them. നമ്പറിനെ ഡീൽ ചെയ്യുന്നതും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതുമായിരുന്നു ന്യൂമറിക്കൽ എബിലിറ്റിയിൽ വരുന്നത്. പിന്നെ വരുന്ന റീസണിങ് എബിലിറ്റിയാണ് അല്ലെങ്കിൽ ആണ്. This was the ability to apply logic like induction, deduction and arrive at a conclusion. Reasoning എന്തായിരുന്നു? ലോജിക് അപ്ലൈ ചെയ്ത് ഇൻഡക്ഷനും ഡിഡക്ഷനിലും കൂടെ ഒരു കൺക്ലൂഷനിലോട്ട് റീച്ച് ചെയ്യാന്നുള്ളതായിരുന്നു റീസണിങ് എബിലിറ്റി അല്ലെങ്കിൽ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന വെർബൽ ഫ്ലുവൻസി ആണ്. ഇവിടെ competence in language, use of words fluently, the ability to translate procedures, factors and ideas into languages, ഇതൊക്കെ ബെറ്റർ റീസണിങ്ങിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആണ് വെർബൽ ഫ്ലുവൻസി എന്നിവിടെ നമ്മുടെ തേഴ്സ്റ്റൺ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് വെർബൽ കോംപ്രിഹെൻഷൻ ആണ്. Verbal comprehension എന്ന് പറയുന്നത് apart from the ability to use and deal with words, the ability to understand material presented in the form of words. Words in the formal present ആയിട്ടുള്ള മെറ്റീരിയൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി, അത് യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ആൻഡ് ദി എബിലിറ്റി ടു ഡീൽ വിത്ത് വേർഡ്സ് ആണ് വെർബൽ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന പെർസെപ്ച്വൽ എബിലിറ്റി ആണ്. അതായത് സിറ്റുവേഷൻസ് പെർസീവ് ചെയ്യാൻ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, വെറൈറ്റി ഓഫ് എലമെന്റ്സ് ഉള്ള സിറ്റുവേഷൻ, അതിനെ ഓർഗനൈസ് ചെയ്ത് മീനിങ് ഫുൾ ആയിട്ട് പെർസീവ് ചെയ്യാൻ പറ്റുന്നതിന്റെ എബിലിറ്റിനെയാണ് പെർസെപ്ച്വൽ എബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ വരുന്ന മെമ്മറിയാണ്. ദാറ്റ് ഈസ് ദ എബിലിറ്റി ടു റിമെമ്പർ ഫാക്ട്സ് ഓർത്ത് വെക്കുക, സിറ്റുവേഷൻ ഓർത്ത് വെക്കുക, എക്സ്പീരിയൻസസ് ഓർത്ത് വെക്കുക. ഓഫൻ ഇത് ചില പ്രോബ്ലം അല്ലെങ്കിൽ സൊല്യൂഷൻ സോൾവ് ചെയ്യാൻ റെലവെന്റുമായി വരും ഈ മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ വരുന്ന സ്പേഷ്യൽ എബിലിറ്റിയാണ്. അതായത് നമ്മുടെ എബിലിറ്റി ടു ഓർഗനൈസ് സ്പേസ്, നമ്മുടെ സ്റ്റിമുലേഷൻ ഫ്രം ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് അതിനെ ഓർഗനൈസ് ചെയ്യാൻ, അതായത് ഒരാളുടെ ബിഹേവിയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ, ഇതൊക്കെ സഹായിക്കുന്നതാണ് സ്പേഷ്യൽ എബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ബേസിക്കലി സ്പേസ് ഇസ് ഓർഗനൈസിങ് അല്ലെങ്കിൽ അതിനുള്ള ടാലൻറ്റ് ചില ആൾക്കാരില്ലേ. ഇഫ് യു ഹവ് നോട്ടിസ്ഡ് അവരുടെ വീട്ടിലാണെങ്കിൽ കുറേ സാധനങ്ങൾ കാണും, പക്ഷെ അതിന് ഒന്നിനും വലിയ അടുക്കും അങ്ങനെ ഒരു ചിട്ടയൊന്നും കാണില്ല. പക്ഷെ ചില ആൾക്കാരുടെ വീട് വളരെ കുഞ്ഞു വീടുകളായിരിക്കും, പക്ഷെ അവിടെ എവറിതിങ്സ് ഓർഗനൈസ്ഡ് സോ വെൽ. ദർ ആർ ഓർഗനൈസേഴ്സ്, ദർ ആർ കമ്പാർട്ട്മെന്റ്സ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സ്പേഷ്യൽ ആയിട്ടുള്ള എബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സ്പേഷ്യൽ ഓർഗനൈസേഷൻ ഉള്ള കഴിവ് വളരെ നല്ലതായിരിക്കും. പിന്നെ വരുന്നത് ഇന്നത്തെ ഒരു തേഴ്സ്റ്റന്റെ തിയറി എന്ന് പറയുന്നത് ഒറിജിനൽ ഫോമിൽ നോട്ട് ഓഫൻ യൂസ്ഡ് ആണ്, ബട്ട് ഇറ്റ് ഹാസ് സെർവ്ഡ് ആസ് എ ബേസിസ് ഫോർ മെനി സബ്സിക്വന്റ് തിയറീസ് ഓഫ് ഇന്റലിജൻസ്. വളരെ ഇതിനെ ഫോളോ ചെയ്തു വന്ന സബ്സിക്വന്റ് തിയറീസ് ഓഫ് ഇന്റലിജൻസിന് തേഴ്സ്റ്റന്റെ തിയറി യൂസ്ഫുൾ ആയി മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നോട്ട് വെരി ഓഫൻ. അതുകൊണ്ട് തന്നെ thus to the extent that a theory is judged by its heuristic value, Thurston's has been one of the most important in the field. ഹ്യൂറിസ്റ്റിക് വാല്യൂവിന് മാത്രം ജഡ്ജ് ചെയ്യുവാണെങ്കിൽ തേഴ്സ്റ്റന്റെ തിയറി എന്ന് പറയുന്നത് ഈ ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. Thurston was responsible for the standardized mean and standard deviation of IQ scores used today. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന IQ സ്കോഴ്സിനെ ചുറ്റിപ്പറ്റിയുള്ള സ്റ്റാൻഡർഡൈസ്ഡ് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇതിന്റെയൊക്കെ സോൾ റെസ്പോൺസിബിലിറ്റി തേഴ്സ്റ്റന്റെ ആയിരുന്നു, ആസ് ഒപ്പോസ് ടു ദ ഇന്റലിജൻസ് ടെസ്റ്റ് സിസ്റ്റം ഒറിജിനലി യൂസ്ഡ് ബൈ ആൽഫ്രഡ് ബിനെ. ഒറിജിനലായിട്ട് യൂസ് ചെയ്ത് ഇന്റലിജൻസ് ടെസ്റ്റ് സിസ്റ്റത്തിന് ഒപ്പോസിഷൻ ആയിട്ടായിരുന്നു തേഴ്സ്റ്റന്റെ ഈ സ്റ്റാൻഡർഡൈസ്ഡ് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് IQ സ്കോറും എന്ന് നമ്മൾ പറയുന്നത്.
തന്നെ. ഇവിടെ തേഴ്സ്റ്റൺ സ്കെയിലിന്റെയും ഡെവലപ്മെന്റിന്റെ സോൾ റെസ്പോൺസിബിലിറ്റി തേഴ്സ്റ്റന്റെ ആയിരുന്നു. Thurston's work in factor analysis led him to formulate a model of intelligence centering around primary mental abilities. ഇവിടെ തേഴ്സ്റ്റന്റെ ഫാക്ടർ അനാലിസിസിലുള്ള വർക്ക് ഒരു പുതിയ മോഡൽ ഓഫ് ഇന്റലിജൻസിന് അറൌണ്ട് സെൻറ്റർ ചെയ്തു, വിച്ച് വാസ് അറൌണ്ട് പ്രൈമറി മെന്റൽ എബിലിറ്റീസ്. എന്താണ് ഈ പ്രൈമറി മെന്റൽ എബിലിറ്റി? പ്രൈമറി മെന്റൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ വിച്ച് വെയർ ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ് ഫാക്ടേഴ്സ് ഓഫ് ഇന്റലിജൻസ് ദാറ്റ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് പൊസസ് ഇൻ വേരിയിങ് ഡിഗ്രീസ്. എന്താണ് ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ് ഫാക്ടേഴ്സ് ഓഫ് ഇന്റലിജൻസ് ആണ് പല ഇൻഡിവിജ്വൽസ് പൊസസ് ചെയ്യുന്നത് ഇൻ വേരിയിങ് ഡിഗ്രീസ് ആണ് പ്രൈമറി മെന്റൽ എബിലിറ്റീസ് എന്ന് പറയുന്നത്. He opposed the notion of singular general intelligence that factored into scores of all psychometric tests and was expressed as a mental age. ഇവിടെ എന്താണ് ഒപ്പോസിഷൻ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ സിംഗുലർ ജനറൽ ഇന്റലിജൻസ് അല്ല ഉള്ളത് എന്നാണ് ഒപ്പോസിഷൻ ആയിട്ട് പറഞ്ഞത്. 1935 തേഴ്സ്റ്റൺ EL തോണ്ടൈക്കിന്റെ കൂടെയും JP ഗിൽഫോർഡിന്റെ കൂടെയും ഒരു ജേർണൽ സൈക്കോമെട്രിക്ക ഫൈൻഡ് ചെയ്തു ആൻഡ് ഓൾസോ ദ സൈക്കോമെട്രിക് സൊസൈറ്റിയും ഫൈൻഡ് ഔട്ട് ചെയ്തു, ഗോയിങ് ഓൺ ടു ബിക്കം ദ സൊസൈറ്റീസ് ഫസ്റ്റ് പ്രസിഡന്റ്. ആ സൊസൈറ്റിയുടെ ഫസ്റ്റ് പ്രസിഡന്റും തേഴ്സ്റ്റൺ ആയിരുന്നു. ഇനി നമ്മൾ നോക്കുന്ന ജെൻസന്റെ തിയറിയാണ്. അപ്പൊ നമ്മൾ തേഴ്സ്റ്റന്റെ തിയറി കണ്ടു, ഇനി ജെൻസന്റെ തിയറി. AR ജെൻസൺ വേറൊരു വ്യൂ ഓഫ് ഇന്റലിജൻസ് പറഞ്ഞു. ഇന്റലിജൻസിന് വേറൊരു വ്യൂ ആണ് ജെൻസൺ പറഞ്ഞത്. ജെൻസൺ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്റലിജൻസ് എസെൻഷ്യലി വേറൊരു ആക്ടിവിറ്റി അല്ലെ ഒരു ഫംഗ്ഷൻ ആണ് ഇൻഡിവിജ്വലിന്റെ, ലൈക്ക് ബ്ലഡ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ, ഇതുപോലെ തന്നെയുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇന്റലിജൻസ് എന്നാണ് ജെൻസൺ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആസ് സ്പിഗ്മ മാനോമീറ്റർ ആൻഡ് എ തെർമോമീറ്റർ ഗിവ് us measures of blood pressure or body temperature, intelligence test also gives us a measure of intelligence and therefore there is no need to multiply the same. ഇവിടെ എന്താണ് പറഞ്ഞത്? ഒരു തെർമോമീറ്റർ നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇന്റലിജൻസ് ടെസ്റ്റും നമ്മുടെ ഇന്റലിജൻസിന്റെ ഒരു മെഷർ ആണ് തരുന്നത് എന്നാണ് AR ജെൻസൺ പറഞ്ഞത്. ഇവിടെ ലെവൽ ഓഫ് ഇന്റലിജൻസ് എർത്ത് ജെൻസൺ എന്താണ് പറഞ്ഞത്? ഇവിടെ എർത്ത് ജെൻസൺ ഹാസ് അഡ്വാൻസ്ഡ് തിയറി ഓഫ് 2 ലെവൽസ് ഓഫ് ഇന്റലിജൻസ്. 2 ലെവൽ ഉണ്ട്, ലെവൽ 1 ആൻഡ് ലെവൽ 2. ലെവൽ 1 എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ലേണിംഗ് ആണ്. These activities involve minimal transformation of the stimulus input prior to the outcome or response. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്റ്റിമുലസ് ഇൻപുട്ടിന് വേണ്ടിയുള്ള മിനിമൽ ട്രാൻസ്ഫോർമേഷൻ മാത്രം ഇൻവോൾവ് ചെയ്യുന്ന ലെവലാണ് ലെവൽ 1 എന്ന് പറയുന്നത്. ഇവിടെ ലേണിംഗും മെമ്മറിയാണ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ബേസിക്കലി അസോസിയേറ്റീവ് ലേണിംഗ് ആണ് ലെവൽ 1 എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ലെവൽ 2 ആണ്. ഇത് റെഫർ ചെയ്യുന്നത് ഒരു ജനറൽ ക്ലാസ് ഓഫ് എബിലിറ്റീസിനോടാണ്, ഇൻവോൾവിംഗ് എഫക്റ്റീവ് ട്രാൻസ്ഫോർമേഷൻ ഓർ മാനിപ്പുലേഷൻ ഓഫ് സ്റ്റിമുലൈ ആസ് എവിഡൻസ്ഡ് ഇൻ ഹയർ ഓർഡർ ലേണിംഗ് സച്ച് ആസ് റീസണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ഇവിടെ എന്താണ് ലെവൽ 2 റെഫർ ചെയ്യുന്നത്? ഒരു ജനറൽ ക്ലാസ് ഓഫ് എബിലിറ്റീസിനെയാണ്. ഇത് ഇൻവോൾവ് ചെയ്യുന്നത് എഫക്റ്റീവ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ഓഫ് സ്റ്റിമുലൈ ആണ്. ഫസ്റ്റ് സ്റ്റേജിൽ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്റ്റിമുലൈ ഇല്ല. സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്? അവിടെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ഓഫ് സ്റ്റിമുലൈ ഉണ്ട്. ആസ് എവിഡൻസ്ഡ് ഇൻ ഹയർ ഓർഡർ ലേണിംഗിൽ എവിഡൻസ് ആയ പോലെ തന്നെ റീസണിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ഒക്കെയാണ്. അപ്പം ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് മിനിമൽ ആണ്. സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്? ഹൈ ആയിട്ട് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് ഇവിടെ ട്രാൻസ്ഫോർമേഷനും മാനിപ്പുലേഷൻ ഓഫ് സ്റ്റിമുലയും നടക്കുന്നുണ്ട്. ഇത് 2 ലെവൽസ് ഓഫ് ഇന്റലിജൻസ് ആണ് അക്കോർഡിംഗ് ടു എർത്ത് ജെൻസൺ. ഇനി നമ്മൾ നോക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് ഇന്റലിജൻസ് ആണ്. ഇവിടെ അക്കോർഡിംഗ് ടു ജെൻസൺ 2 ഫാക്ടേഴ്സ് ആണ് ഇന്റലിജൻസിനുള്ളത്, ബ്രെഡ്ത്തും ആറ്റിറ്റ്യൂഡും. ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ജനറൽ ഇൻഫർമേഷൻ ആണ്, വൊക്കാബുലറി, ഇതൊക്കെ വരുന്നതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഡയറക്ട്ലി ഡിപ്പെൻഡന്റ് ആണ് ഒരാളുടെ എക്സ്പീരിയൻസ്, എക്സ്പോഷർ, ഓപ്പർച്യൂണിറ്റീസിനെയൊക്കെ ബേസ് ചെയ്ത്. ആൻഡ് വിച്ച് എ പേഴ്സൺ ഹാസ് ഹാഡ് എൻവയൺമെന്റ് ഇൻഫ്ലുവൻസസ് ആസ് വെൽ ആസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് acquired by an individual in the course of his life have these own influence on the breadth of a person's intelligence. breadth എന്തൊക്കെയാണ്? breadth എന്ന് പറയുന്നത് ജനറൽ ഇൻഫർമേഷനും വൊക്കാബുലറിയും ഒക്കെയാണ്. ഇത് ഒരാളുടെ എക്സ്പോഷറിനെയും എക്സ്പീരിയൻസിനെയും ഓപ്പർച്യൂണിറ്റീസിനെയും അവരുടെ എൻവയൺമെന്റൽ ഇൻഫ്ലുവൻസസിനെയും ഒക്കെ ബേസ് ചെയ്തിരിക്കും ഈ ബ്രെഡ്ത്ത് ഓഫ് എ പേഴ്സൺസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതർ ഫാക്ടർ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ആണ്. ഹവർ അക്കോർഡിംഗ് ടു ജെൻസൺ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കൂടുതൽ ഇന്നേറ്റ് ആണ് ആൻഡ് എൻവയൺമെന്റൽ ഇൻഫ്ലുവൻസിനോട് ലെസ് ഡിപ്പെൻഡന്റ് ആണ്. അഗെയിൻ ലീവിംഗ് എ റിസംബ്ലൻസ് ടു കാറ്റൽസ് കോൺസെപ്റ്റ് ഓഫ് ഫ്ലൂയിഡ് ഇന്റലിജൻസ്. ഇത് കാറ്റലിന്റെ കോൺസെപ്റ്റ് ഓഫ് ഫ്ലൂയിഡ് ഇന്റലിജൻസിനോട് വളരെ റിസംബിൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ആദ്യം ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് പറഞ്ഞത് ജനറൽ ഇൻഫർമേഷനിലെ വൊക്കാബുലറി ആണ്. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളുടെ എക്സ്പീരിയൻസിനെയും എക്സ്പോഷറിനെയും ഒക്കെയാണ്. അതർ ഫാക്ടർ ആറ്റിറ്റ്യൂഡ് ആണ്. ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടെ ഇന്നേറ്റ് ആണ് ആൻഡ് എൻവയൺമെന്റ് ഇൻഫ്ലുവൻസിനോട് ലെസ് ഡിപ്പെൻഡന്റ് ആണ്. ആൻഡ് ഇത് കാറ്റലിന്റെ കോൺസെപ്റ്റ് ഓഫ് ഫ്ലൂയിഡ് ഇന്റലിജൻസിനോട് വളരെ സിമിലർ ആണ്. ഇനി നമ്മൾ
നോക്കുന്ന നോൺ ജനറ്റിക് വേരിയൻസ്, ഈ ജീനോടൈപ്പ് എൻവയൺമെന്റ് കോവേരിയൻസ്. ഒരു എവല്യൂഷണറി സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ജനറ്റിക് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ഇന്നേറ്റ്നെസ് ഓഫ് ഫിറ്റ്നസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ്. ജെൻസൺ അഡ്വക്കേറ്റ് ചെയ്ത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ഇന്റലിജൻസും എബിലിറ്റി ടു ലേണും ഇതുപോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. Jensen argued that genetic variants, genotype environmental covariance, and GXC interaction are the major components of variants. Variants in the major components നമ്മുടെ genetic variants, genotype environmental covariance ഒക്കെയാണെന്നാണ് ജെൻസൺ ആർഗ്യൂ ചെയ്തത്. ഈ variants attributed to shared or between families environmental factors which is considerable throughout childhood gradually shrinks to near zero between early adolescence and maturity. ഈ വേരിയൻസ് നമ്മുടെ ഫാമിലീസ് തമ്മിൽ ഷെയർഡ് ആണ് ആൻഡ് ഈ എൻവയൺമെന്റൽ ഫാക്ടേഴ്സും ആയിക്കോട്ടെ ഗ്രാജുവലി ചൈൽഡ്ഹുഡ് ത്രൂ ഷ്രിങ്ക് ഔട്ട് ചെയ്ത് നിയർലി സീറോ ആവുകയാണ് ഏർലി അഡോളസൻസിലും മെച്യൂരിറ്റിയിലും എന്നാണ് ഇവിടെ പറയുന്നത്. Non-genetic variants നോക്കുകയാണെങ്കിൽ he supported during this period most of the environmental variants is converted into genotype environmental covariants. ഈ ഒരു പീരിയഡിൽ എന്താ സംഭവിക്കുന്നത്? എൻവയൺമെന്റൽ വേരിയൻസ് ജീനോടൈപ്പ് എൻവയൺമെന്റൽ കോവേരിയൻസിലോട്ട് കൺവേർട്ട് ആവുകയാണ് as persons elicit, seeks, selects and modifies those elements of the available cognitive, social, cultural milieu that are most compatible with their genotypically conditioned proactivities. ഇവിടെ എന്താണ് പറഞ്ഞത്? ഈ പീരിയഡിൽ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ എൻവയൺമെന്റൽ വേരിയൻസ് എന്ന് പറയുന്നത് കൺവേർട്ട് ആവുകയാണ് ജീനോടൈപ്പ് എൻവയൺമെന്റൽ കോവേരിയൻസിലോട്ട്. കാരണം ഇവിടെ ആൾക്കാർ സീക്ക് ചെയ്യുവാണ് ആൻഡ് മോഡിഫൈ ചെയ്യാണ് എലിമെന്റ്സ്, അവരുടെ കോഗ്നിറ്റീവ്, സോഷ്യൽ, കൾച്ചറിലുള്ള ഇവിടുത്തെ എലിമെന്റ്സ് മോഡിഫൈ ചെയ്യുകയാണ്. ഇവിടെ he viewed that it is important to distinguish between genotype environment covariance and genotype environmental interaction. Genotype environmental covariationും genotype environmental interaction തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യണമെന്നും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ ഇവിടെ കണ്ടത്. They are entirely different concepts. ഇത് രണ്ടും entirely different concepts ആണ്. പക്ഷേ each may account for some part of the phenotype variance in a trait. ഇവിടെ രണ്ടും വളരെ ഡിസ്റ്റിംഗ്വിഷ്ഡ് ആണ് അല്ലെങ്കിൽ വളരെ ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് ആണെങ്കിൽ പോലും രണ്ടും സം പാർട്ട് ഓഫ് ഫോൺ ടൈപ്പ് വേരിയൻസിന് ഒരു ട്രേറ്റ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ കമ്പോണൻസ് ഓഫ് ബിഹേവിയർ ജനറ്റിക് എന്താണ്? GE വേരിയൻസ് എന്ന് പറയുന്നത് നോൺ റാൻഡം ഒക്കറൻസ് ഓഫ് ഡിഫറെന്റ് ജീനോടൈപ്സ് ഇൻ ഡിഫറെന്റ് എൻവയൺമെന്റ്സിന്റെ ഒരു റിസൾട്ട് ആണ്. അതർ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ജീനോടൈപ്പും എൻവയൺമെന്റും കോറിലേറ്റഡ് ആയിരിക്കാം. Persons whose genotype is favorable for the development of a certain trait are more likely than chance to grow up in an environment that is favorable to the development of that trait. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ജീനോടൈപ്പും എൻവയൺമെന്റും കോറിലേറ്റഡ് ആയിരിക്കാം. ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഫേവറബിൾ ആണ് for the development of a certain trait എന്നുണ്ടെങ്കിൽ അവർ ഗ്രോ അപ്പ് ചെയ്യുന്ന എൻവയൺമെന്റും ആ ഡെവലപ്മെന്റ് ഓഫ് എ ട്രേറ്റിന് വളരെ ഫേവറബിൾ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. The correlation of genotypes and environments for a given trait in the population increase phenotypic variance what it would be if the correlation were zero. ഈ ജീനോടൈപ്പിന്റെയും എൻവയൺമെന്റിന്റെ കോറിലേഷൻ ഫോർ ഗിവൻ ട്രേറ്റ്സ് ഇൻ പോപ്പുലേഷൻ എന്തെടുക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ഫീനോട്ടിപ്പിക് വേരിയൻസിനെ വാട്ട് ഇറ്റ് വുഡ് ബിയിൽ നിന്ന് ഇൻക്രീസ് ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. Assuming for simplicity that there is no GE interaction, നമ്മൾ assume ചെയ്യാണ് GE interaction ഇല്ലാന്ന്. The total phenotypic variance is the sum of the genetic variance and the environmental variance plus twice the covariance of GNE and as it is expressed in biometrical genetics VE VG plus VE plus 2C or GE. ഇവിടെ എന്താണ് പറയുന്നത്? നമ്മുടെ assume ചെയ്യാണ് നമ്മൾ GEക്ക് വേണ്ടി there is no GE interaction സിംപ്ലിസിറ്റിക്ക് വേണ്ടി. ആൻഡ് അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ടോട്ടൽ ഫീനോട്ടിപ്പിക് വേരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ സം ആണ്, സം ഓഫ് ജനറ്റിക് വേരിയൻസ് ആൻഡ് നമ്മുടെ എൻവയൺമെന്റൽ വേരിയൻസ് plus twice the covariance of G. Twice the covariance of G and E or as it is expressed in biometrical genetics. ഇവിടെ എങ്ങനെയാണ് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്? VE VG plus VE plus 2C or GE എന്നാണ് ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. G interaction എന്ന് പറയുന്നത് ഒരു കോമ്പോണന്റ് ആണ് ഫീനോട്ടിപ്പിക് വേരിയൻസിന്റെ that is due to different genotypes reacting differently to the same environmental condition. ഇവിടെ എന്താണ് G interaction എന്ന് പറയുന്ന ഒരു കോമ്പോണന്റ് ഓഫ് ഫീനോട്ടിപ്പിക് വേരിയൻസ് ആണ്. എന്തുകൊണ്ട്? Due to the different genotypes reacting differently to the environmental conditions. ഇനി നമ്മൾ നോക്കുന്ന ജെൻസന്റെ ഈ വ്യൂ ഓഫ് ഇന്റലിജൻസിനെ പറ്റിയുള്ള ക്രിറ്റിസിസംസ് ആണ്. ഒരു സീരിയസ് ഫാലസി ജെൻസന്റെ ഈ ആർഗ്യുമെന്റിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ബിറ്റ്വീൻ വിതിൻ ഗ്രൂപ്പ് വേരിയൻസ് ആൻഡ് ബിറ്റ്വീൻ ഗ്രൂപ്പ് വേരിയൻസ്.
ഈ വിതിൻ ഗ്രൂപ്പ് വേരിയൻസും ബിറ്റ്വീൻ ഗ്രൂപ്പ് വേരിയൻസും തമ്മിലുള്ള കൺഫ്യൂഷൻ ആയിരുന്നു ആദ്യത്തെ ഒരു ജെൻസന്റെ ഫാലസി എന്ന് പറയുന്നത്. ബേർട്ടിന്റെ ഹെറിറ്റബിലിറ്റി എസ്റ്റിമേറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ വാസ് അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ഹൗ ഇന്റലിജൻസ് വേരീസ് വിതിൻ എ സിംഗിൾ പോപ്പുലേഷൻ. ഇറ്റ് വാസ് ലുക്കിംഗ് അറ്റ് വിതിൻ ഗ്രൂപ്പ് വേരിയൻസ് ആൻഡ് സീക്കിംഗ് ടു എക്സ്പ്ലെയിൻ ഹൗ ദാറ്റ് ഹാപ്പൻസ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ബേർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഹെറിറ്റബിലിറ്റി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് അറ്റംപ്റ്റ് ചെയ്തത് വാസ് ടു ലുക്ക് അറ്റ് ഹൗ ഇന്റലിജൻസ് വേരീസ് വിതിൻ എ സിംഗിൾ പോപ്പുലേഷൻ. ഒരു സിംഗിൾ പോപ്പുലേഷനിൽ വിതിൻ എങ്ങനെ ഇന്റലിജൻസ് വേരി ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തു. ഇറ്റ് വാസ് ലുക്കിംഗ് അറ്റ് വിതിൻ ദ ഗ്രൂപ്പ് വേരിയൻസ്. വിതിൻ ദ ഗ്രൂപ്പ് വേരിയൻസിനെയാണ് ലുക്ക് ഔട്ട് ചെയ്തിരുന്നത് ആൻഡ് ഹൗ ദാറ്റ് ഹാപ്പൻസ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്തു. പക്ഷെ ജെൻസൺ എന്താ ചെയ്തത്, ജെൻസൺ വാസ് ലുക്കിംഗ് അറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു എൻറ്റയർലി ഡിഫറെന്റ് പോപ്പുലേഷൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് വേരിയൻസ്. ഇവിടെ രണ്ട് എൻറ്റയർലി ഡിഫറെന്റ് പോപ്പുലേഷൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് വേരിയൻസിന്റെ ഡിഫറൻസ് ആണ് ജെൻസൺ നോക്കിക്കൊണ്ടിരുന്നത്. ദ ടു ടൈപ്പ് ഓഫ് ഫിഗേഴ്സ് ആർ എൻറ്റയർലി ഡിഫറെന്റ്. ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ആൻഡ് ടു ട്രൈ ടു യൂസ് വൺ ടു എക്സ്പ്ലെയിൻ ദി അതർ കംപ്ലീറ്റ്ലി ഇൻഅപ്രോപ്രിയേറ്റും ആണ് എന്നാണ് ഇവിടെ ആദ്യ ഒരു ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത്. Gold gives the example of height to make this point. Height in the example gold ഉപയോഗിച്ച് ഇതിന്റെ ഒരു പോയിന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഒരു given human population heritability of height is about 95% tall parents tends to produce tall children. 95% tall parents tall children produce ചെയ്യാണ് and short parents produce short children. ഇത് കോമൺ ആണ് within all population. പക്ഷെ ഡിഫറൻസ് നമ്മുടെ ന്യൂട്രീഷനിലുള്ള ഡിഫറൻസും ഗ്രേറ്റ് ഡീൽ ഓഫ് ഡിഫറൻസ് ഹ്യൂമൻ ഹൈറ്റിൽ വരുത്തും. സോ നമ്മൾ കമ്പയർ ചെയ്യുവാണ്, സേ ഒരു ഇംപ്രവൈസ്ഡ് വില്ലേജ്, സൗത്ത് അമേരിക്കയിലുള്ള ഒരു ഇംപ്രവൈസ്ഡ് വില്ലേജിനെ മിഡിൽ ക്ലാസ് അമേരിക്കൻസുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു ലാർജ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോപ്പുലേഷൻ നമ്മൾ കണ്ടുപിടിക്കും. ഈ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചാണ് ഗോൾഡ് ഈ പോയിന്റ് ട്രൈ ചെയ്തത് മേക്ക് ഔട്ട് ചെയ്യാൻ. We could not conclude that though these differences are inherited and yet precisely what Jensen did. ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ ഈ ഡിഫറൻസസ് വെച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇത് തന്നെയാണ് ജെൻസൺ ചെയ്തത്. ജെൻസന്റെ സ്റ്റഡീസിൽ he took a figure obtained to describe individual differences within a single group and used it to account for differences between a group. ഇവിടെ എന്താ ചെയ്തത്, ജെൻസൺ ഒരു ഫിഗർ ഒബ്റ്റെയിൻ ചെയ്തു ടു ഡിസ്ക്രൈബ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഒരു സിംഗിൾ ഗ്രൂപ്പിൽ, എന്നിട്ട് അതിനെ അക്കൗണ്ട് ചെയ്തു ഫോർ ഡിഫറൻസസ് ബിറ്റ്വീൻ എ ഗ്രൂപ്പ്. അപ്പൊ ഇതുകൊണ്ടാണ് ഇവിടെ ഒരു ക്രിറ്റിസിസം ആയിട്ട് ജെൻസന്റെ വ്യൂ ഓഫ് ഇന്റലിജൻസിനെ പറ്റി ആൾക്കാർ പറയുന്നത്. പിന്നെ വരുന്നത് കാറ്റൽ ഹോൺ കരോൾ തിയറിയാണ്. ഇവിടെ the theory of intelligence that is most used in IQ test കാറ്റൽ ഹോൺ കാരൽ തിയറിയാണ്, CHC. ഇതൊരു കോമ്പിനേഷൻ ഓഫ് കാറ്റൽ ഹോൺ തിയറി ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ആണ് ആൻഡ് കാരൽസ് തിയറി ആൻഡ് സെറാറ്റം തിയറിയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കാറ്റൽ ഹോണിന്റെയും കാരലിന്റെ മോഡൽസും എസെൻഷ്യലി ഒരേ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, സ്പിയർമെന്റെ G ഫാക്ടർ തിയറി. ഇത് രണ്ടും ഡിഫറെന്റ് പാർട്സ് എടുത്തെങ്കിലും ഇത് രണ്ടും they ended up with remarkably consistent conclusion about spectrum of broad cognitive abilities. Spectrum of broad cognitive abilities നെ പറ്റി റിമാർക്കബിളി ഒരു കൺസിസ്റ്റന്റ് കൺക്ലൂഷനിലോട്ടാണ് ഇവർ എത്തിയത്, രണ്ട് ഡിഫറെന്റ് പാർട്സ് എടുത്തെങ്കിലും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയായിരുന്നു. പിന്നെ വരുന്ന ഈ ക്രിസ്റ്റലൈസ്ഡ് ജനറൽ എബിലിറ്റി. ക്രിസ്റ്റലൈസ്ഡ് ജനറൽ എബിലിറ്റി കാറ്റലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ജഡ്ജ്മെന്റ് സ്കിൽസിലാണ് കാണപ്പെടുന്നത്. ദാറ്റ് ഹാവ് ബിൻ അക്വയർഡ് ബൈ കൾച്ചറൽ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഗുഡ് യൂസ് ഓഫ് സിനോണിംസ്, ന്യൂമറിക്കൽ സ്കിൽസ്, അതായത് മെക്കാനിക്കൽ നോളജ് ഓഫ് വെൽ സ്റ്റോക്ഡ് മെമ്മറി, ഈവൻ ഹാബിറ്റ്സ് ഓഫ് ലോജിക്കൽ റീസണിങ്ങിൽ നിന്നാണ് ഈ ജഡ്ജ്മെന്റൽ സ്കിൽസ് എന്ന് പറയുന്നത്. ഇത് റെഫർ ചെയ്യുന്നത് അക്യുമുലേറ്റഡ് നോളജിനോടാണ്. ഇറ്റ് ഇസ് ഹൈ ഓൺ ദ സബ് ടെസ്റ്റ്. ഇത് എവിടെയാണ് ഹൈ? ഇറ്റ് ഇസ് ഹൈ ഓൺ ദ സബ് ടെസ്റ്റ് ട്രഡീഷണലി built into intelligence test. ഇന്റലിജൻസ് ടെസ്റ്റിന്റെ അകത്ത് സബ് ടെസ്റ്റുകൾ ഉണ്ടല്ലോ, അപ്പൊ ഇതിലാണ് ഇത് ഹൈ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് അല്ലെങ്കിൽ കാണാൻ പറ്റുന്നത്. പിന്നെ വരുന്ന ക്രിസ്റ്റലൈസ്ഡ് എബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് സ്ട്രെച്ചസ് അക്രോസ് ദ ഹോൾ റേഞ്ച് ഓഫ് കൾച്ചറൽ ആക്വിസിഷൻസ്. മെക്കാനിക്കൽ നോളജ് ഇത് നെഗ്ലിജിബിൾ ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് ഓൺ ഫ്ലൂയിഡ് എബിലിറ്റി ആൻഡ് ഹാസ് മെഷറബിൾ എഫക്ട് ഓൺ ക്രിസ്റ്റലൈസ്ഡ് എബിലിറ്റി. ഇതൊരു മെഷറബിൾ എഫക്ട് ഉണ്ട് ക്രിസ്റ്റലൈസ്ഡ് എബിലിറ്റിയിൽ. പിന്നെ വരുന്ന ഫ്ലൂയിഡ് എബിലിറ്റി ആണ്. ഫ്ലൂയിഡ് എബിലിറ്റി കാറ്റൽ പറഞ്ഞത് ഹാസ് ലിറ്റിൽ റിലേഷൻ ടു എ വെൽ സ്റ്റോക്ഡ് മെമ്മറി. നമ്മുടെ വെൽ സ്റ്റോക്ഡ് മെമ്മറിനോട് ലിറ്റിൽ റിലേഷൻ മാത്രമേ ഉള്ളൂ ഫ്ലൂയിഡ് എബിലിറ്റിക്ക്. ആൻഡ് ദേ ആർ കൾച്ചർ ഫെയർ, perceptual and performance tests, and those specifically developed tests of judgment and reason which have been considered relatively culture free. ഈ ഫ്ലൂയിഡ് എബിലിറ്റി എന്ന് പറയുന്നത് കൾച്ചർ ഫെയർ, പെർസെപ്ച്വൽ ആൻഡ് പെർഫോമൻസ് ടെസ്റ്റ് ആണ്. ആൻഡ് ദോസ് സ്പെസിഫിക്കലി ഡെവലപ്ഡ് ടെസ്റ്റ് ഓഫ് ജഡ്ജ്മെന്റ് ആൻഡ് റീസണിംഗ് ആണ് വിച്ച് ഹാവ് ബീൻ കൺസിഡേർഡ് റിലേറ്റീവ്ലി കൾച്ചർ ഫ്രീ എന്നുമാണ് പറയുന്നത്. ഇത് ഇൻവോൾവ് ചെയ്യുന്നത് സൊല്യൂഷൻ ടു ടെസ്റ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആണ്, അനോളജീസ് ആണ്, മാട്രിസസ്, ടോപ്പോളജീസ് ആൻഡ് പ്രോബ്ലംസ് ഉണ്ട് ദാറ്റ് ഡു നോട്ട് ഇൻവോൾവ് മച്ച് എഡ്യൂക്കേഷണൽ ആക്വിസിഷൻ. ഇൻവോൾവ് ചെയ്യാത്ത പ്രോബ്ലംസ് ഉണ്ട്. ഇത് ഇൻഹെറിറ്റ് ചെയ്യുന്ന എബിലിറ്റി ടു തിങ്ക് ആൻഡ് റീസൺ ആണ്. ഫ്ലൂയിഡ് എബിലിറ്റി
എബിലിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ റീസണിങ്ങിന്റെ റോളും ഉണ്ട് ആൻഡ് ഒരു വെർബൽ സ്കിൽസും ഉണ്ട്. ഫെയർലി ഇത് പവർഫുൾ ആണ് ഇൻ സ്പേഷ്യൽ റീസണിങ് ആൻഡ് വെരി പവർഫുൾ ആണ് ഇൻ ഇൻഡക്റ്റീവ് റീസണിങ് എന്നുമാണ് പറയുന്നത്. ഹോൺ പിന്നെ ഐഡന്റിഫൈ ചെയ്തു 4 അഡീഷണൽ എബിലിറ്റീസ് ബൈ ദ മിഡ് 1990s. ബൈ ദ മിഡ് 1990s പുള്ളിയുടെ മോഡലിൽ 9 to 10 ബ്രോഡ് എബിലിറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനീഷ്യൽ ഡിക്കോട്ടമി വീണ്ടും വളർന്ന്, പക്ഷെ അതിന്റെ ഹൈറാർക്കി വളർന്നിട്ടുണ്ടായിരുന്നു. ഹോൺ അതിന്റെ നെയിം റീറ്റെയിൻ ചെയ്തു, നെയിം GFGC തിയറി. പക്ഷെ ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള ബ്രോഡ് എബിലിറ്റിനെ ട്രീറ്റ് ചെയ്തത് ഈക്വൽസ് ആയിട്ടായിരുന്നു, പക്ഷെ ഒരു ഹൈറാർക്കിയുടെ പാർട്ടായിട്ടല്ലായിരുന്നു. ഇത് ഇൻക്ലൂഡ് ചെയ്തത് വിഷ്വലൈസേഷൻ GV, ഷോർട്ട് ടേം മെമ്മറി ബൈ GSM, ലോങ് ടേം മെമ്മറി GLX ആൻഡ് പ്രോസസിംഗ് സ്പീഡ് GS ആണ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തത് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന സ്ട്രാറ്റം തിയറിയാണ്. കാരലിന്റെ തിയറി ഒരു ഹൈറാർക്കിക്കൽ തിയറി ഡെവലപ്പ് ചെയ്തു ബേസ്ഡ് ഓൺ ഹിസ് ഡെപ്ത് സർവേ ഓഫ് ഫാക്ടർ അനാലിറ്റിക്കൽ സ്റ്റഡീസ്. ഇത് കമ്പോസ് ചെയ്തത് 3 ലെവൽസ് അല്ലെങ്കിൽ സ്ട്രാറ്റയാണ്. സ്ട്രാറ്റം 3, സ്ട്രാറ്റം 2 ആൻഡ് സ്ട്രാറ്റം 1. സ്ട്രാറ്റം 3 എന്ന് പറയുന്നത് ജനറൽ ആണ്. A Spearman Live G which considered to be a valid construct based on overbearing evidence from factor analysis. Overbearing evidence from factor analysis ൽ നിന്നാണ് ഇങ്ങനെ ഒരു വാലിഡ് കൺസ്ട്രക്ട് ഉണ്ടാക്കി വന്നത്. ഇതൊരു ജനറൽ ആണ് ഈ ലൈവ് ജി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സ്ട്രാറ്റം 2 ആണ്. ഇത് ബ്രോഡ് ആണ്. ഇറ്റ് കമ്പോസ്ഡ് ഓഫ് 8 ബ്രോഡ് ഫാക്ടേഴ്സ് ആണ്. ഇത് കറസ്പോണ്ട് ക്ലോസ്ലി ടു ഹോംസ് ബ്രോഡ് എബിലിറ്റീസ്. ഹോമിന്റെ ബ്രോഡ് എബിലിറ്റീസിനോട് ഇത് കറസ്പോണ്ട് ചെയ്യും വളരെ ക്ലോസ്ലി. ആൻഡ് ഇത് 8 ബ്രോഡ് ഫാക്ടേഴ്സ് ആലെ കമ്പോസ്ഡ് ആണ് സ്ട്രാറ്റം 2 എന്ന് പറയുന്നത്. സ്ട്രാറ്റം 1 എന്ന് പറയുന്നത് 70 ഫെയർലി സ്പെസിഫിക് എബിലിറ്റീസ് ആലെ കമ്പോസ്ഡ് ആണ്. ആൻഡ് ഇതൊരു ബ്രോഡ് ഫാക്ടർ കാരണം ഓർഗനൈസ്ഡ് ആണ്. വിത്ത് ഈച്ച് ഓഫ് ഇറ്റ് ഇസ് മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ്. ഇതെല്ലാം വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്. ഇനി നമ്മൾ കമ്പാരിസൺ നോക്കുകയാണ് ബിറ്റ്വീൻ കാറ്റൽ, ഹോൺ ആൻഡ് കാരൽസ് തിയറി. എന്താണ് ഈ കമ്പാരിസൺ നമ്മൾ നോക്കുന്നത്? ഇപ്പൊ റീസെന്റ് ഇയറിൽ കാരലിന്റെ കെമിക്കൽ തിയറിയും ഹോൺ കാറ്റൽ GFGC തിയറിയും മേർജ് ചെയ്ത് കാറ്റൽ ഹോൺ കാരൽ തിയറി ആയിട്ട് മാറ്റിയിട്ടുണ്ട്, CHC തിയറി. ഇത് പെർട്ടിക്കുലർലി ഇൻഫ്ലുവൻഷ്യൽ ആണ്. എന്തിന്? നമ്മുടെ ഡെവലപ്മെന്റ് ഓഫ് IQ ടെസ്റ്റിലും. ഇത് മോസ്റ്റ് നോട്ടബ്ലി ഫിഫ്ത് എഡിഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ബിനെ കോഫ്മൻ അസോർട്ട്മെന്റ് ബാറ്ററി ഫോർ ചിൽഡ്രനിലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ CHC മോഡൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്തിനെ? കോൺസെപ്റ്റ് ഓഫ് ജനറൽ ഇന്റലിജൻസിനെയും കോൺസെപ്റ്റ് ഓഫ് മെനി ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലിജൻസിനെയും ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോഴും കൺസിഡേർഡ് ആണ് ടു ബി റിലേറ്റഡ് ടു കോമൺ G, although and the concept of many different aspects of intelligence. ഇത് many different of aspects of intelligenceും കോമൺ ജിയുമായിട്ടും വളരെ റിലേറ്റഡ് ആണ് എന്ന് ഇപ്പോഴും കൺസിഡർ ചെയ്യപ്പെടുന്നതാണ് ഈ CHC മോഡൽ എന്ന് നമ്മൾ പറയുന്നത്. Largely because of the confluence of CHC theory, really all curve IQ tests have shifted focus from a small number of path screens to a contemporary emphasis on anywhere from 4 to 7 cognitive abilities, about which is better still go on. ഇപ്പോഴും ഏത് കോഗ്നിറ്റീവ് എബിലിറ്റി ആണ് ബെറ്റർ എന്നുള്ള കോൺവെർസേഷൻസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഈ CHCയുടെ കോൺഫ്ലുവൻസ് കാരണം, ഓർ ബിക്കോസ് ദേ കെയിം ടുഗെദർ, മിക്ക കർവ് IQ ടെസ്റ്റും അതിന്റെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. CHC മോഡൽ പ്രൊസീജിയറിന് 10 ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഓഫ് ഇന്റലിജൻസ് ആണ് ഉള്ളത്. GF, GQ, GC, GRW, GV, GSM, GA, GIR, GS and GT. Of their 10, only 7 are measured by today's IQ test. ഇപ്പം ഇത് 10 എണ്ണത്തിൽ 7 എണ്ണം മാത്രമേ ഇപ്പോഴത്തെ IQ ടെസ്റ്റ് അല്ല മെഷർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. GQ grown in the domain of academic achievement. GQ എന്ന് പറയുന്നത് അക്കാഡമിക് അച്ചീവ്മെന്റ് ഡൊമൈനിലാണ് ഗ്രോ ഔട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ മെഷേർഡ് ആണ് ബൈ ഇൻഡിവിജ്വലി അഡ്മിനിസ്ട്രേർഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഇൻഡിവിജ്വലി അച്ചീവ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലി അഡ്മിനിസ്ട്രേർഡ് ആയിട്ടുള്ള അച്ചീവ്മെന്റ് ടെസ്റ്റിൽ ഇപ്പോഴും ഇത് മെഷർ ചെയ്യാൻ പറ്റും. ആൻഡ് GT എന്ന് പറയുന്നത് മെഷേർഡ് അല്ല ബൈ എനി ഓഫ് ദ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഓഫ് എനിത്തിങ്. ഇത് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. GQ എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ പറ്റും ബൈ അച്ചീവ്മെന്റ് ടെസ്റ്റ് വിച്ച് ഇസ് ഇൻഡിവിജ്വലി അഡ്മിനിസ്ട്രേർഡ്. ഇവിടെ ഈ CHC തിയറി എന്ന് പറയുന്നത് ഇത് കൺഫ്ലുവൻസിലൂടെ വന്ന CHC തിയറി എന്ന് പറയുന്നത് ഇതിന് 2 സ്ട്രാറ്റ മാത്രമേ ഉള്ളൂ. മറ്റേത് 3 സ്ട്രാറ്റ ആയിരുന്നു. ഇവിടെ 2 സ്ട്രാറ്റേ ഉള്ളൂ. ആദ്യത്തെ സ്ട്രാറ്റ 2 എന്ന് പറയുന്നത് 10 എബിലിറ്റിയാലെ കൺസിസ്റ്റന്റ് ആണ്. ആൻഡ് ഇത് അബൌവിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തതാണ്. പിന്നെ വരുന്ന സ്ട്രാറ്റത്തിൽ എന്താണ്? സ്പെസിഫിക് എബിലിറ്റീസ് ആണ്. ആൻഡ് ഇത് കെറലിന്റെ ഒറിജിനൽ തിയറിയുമായിട്ട് വളരെ സിമിലർ ആണ് എന്നുമാണ് ഇവിടെ പറയുന്നത്. സോ നമ്മൾ ഈ സെക്ഷനിൽ കണ്ടത് പല തിയറീസ് ഓഫ് ഇന്റലിജൻസ് ആണ്. ഈ തിയറീസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. താങ്ക് യു സോ മച്ച്.